ദെൻ നമ്മൾ നേരത്തെ ചെറിയ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ടോപ്പിക്കാണ് വൊക്കാബുലറി ഡെവലപ്മെന്റ് യൂണിറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ്. ഇതിലെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നേരത്തെ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ അവസാന ഭാഗത്തേക്കൊക്കെ എത്തിയപ്പം റീഡിങ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് സ്കിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് വായിച്ച് നോക്കുക. വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. മീനിങ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ, റീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ, ലൈക്ക് ബ്രിക്സ് വെൻ ലേഡ് ഔട്ട് പ്രോപ്പർലി correctly with some imagination can build up a simple walls or complex design for building and mansions. ചെറിയ ചെറിയ കല്ലുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുക, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ, വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുക. ഇതേപോലെ തന്നെയാണ് ഒരു വേർഡ്, ഒരു സെന്റൻസിന് ഉണ്ടാക്കുന്നത്, ഒരു സംഭാഷണത്തിന് ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ വേർഡ്സ് വെച്ചിട്ടാണ് അതിനെ മനോഹരമാക്കുന്നത് എന്ന് പറയാം. അപ്പം ആ വേർഡ്സിനെ കുറിച്ചാണ്, ആ വേർഡിനെയാണ് നമ്മൾ വൊക്കാബുലറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൊക്കാബുലറി. അപ്പോൾ വൊക്കാബുലറി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞു തന്നു. വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ധാരാളം വേർഡ്സ് കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്താൻ നിങ്ങൾ ഡയറി എഴുതലാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പിന്നുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഒരു 5 വെർബ് അല്ലെങ്കിൽ 5 വേർഡ് ജസ്റ്റ് എവിടെയെങ്കിലും എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയാലും നന്നാവും. ഇവിടെ നമ്മളിങ്ങനെ വരുമ്പോൾ കാണുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, വൊക്കാബുലറി ഈസ് മച്ച് മോർ ദാൻ വൺ അവർ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് വൊക്കാബുലറി. The words that you can use appropriately when you say or write something that is known as your active. അങ്ങനെ വായിക്കുമ്പോൾ ജസ്റ്റ് കാര്യം മനസ്സിലാക്കിയാൽ മതി. ആക്റ്റീവ് വൊക്കാബുലറി ഉണ്ട്, പാസീവ് വൊക്കാബുലറി ഉണ്ട്. There is an active vocabulary and passive vocabulary. What is an active vocabulary? In our daily life, we use some simple words or vocabulary, or we are familiar with some vocabulary. This is called active vocabulary. If any vocabulary is unfamiliar, this is called passive vocabulary. ഇത് ഓരോരുത്തരുടെയും അവരവരുടെ ജോലിയുടെയും ജീവിക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാറിയിരിക്കും. ചില ആളുകൾക്ക് ആക്റ്റീവ് ആയത്, ചില ആളുകൾക്ക് പാസീവ് ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നുവോ, ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഡോക്ടറുടെ വാക്കുകൾ, ഡോക്ടറുടെ എന്തുമായിട്ട് ബന്ധപ്പെടുന്നോ അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ അദ്ദേഹത്തിന് ഫെമിലിയർ ആയിരിക്കും. ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് എടുക്കുന്നത് ഏത് വിഷയത്തിലെ ടീച്ചറാണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട വേർഡ്സുമായിട്ട് ഫെമിലിയർ ആയിരിക്കും. അതിന്റെ പുറത്തുള്ള ആൾക്ക് അത് അൺഫെമിലിയർ ആയിരിക്കും. അപ്പൊ ആക്റ്റീവ് വൊക്കാബുലറിയും പാസീവ് വൊക്കാബുലറിയും ഫെമിലിയറും അൺഫെമിലിയറും ആണ്. അത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്നാൽ, the verb can be classified into active vocabulary and passive vocabulary. Passive vocabulary is unfamiliar to that person by using. Active vocabulary is familiar for using. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സെക്യൂർ പ്രോഗ്രസ്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ആന്റിസെപ്റ്റിക്, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. ആന്റിസെപ്റ്റിക്, അനോമലി, ദെൻ ഫോർട്ടി, ഹെർബേറിയം, പ്രോക്സിസം, ഇങ്ങനെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ എത്ര വേർഡ് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ പറയാം, ആന്റിസെപ്റ്റിക് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വൊക്കാബുലറി. ബാക്കിയൊക്കെ നമുക്ക് കേൾക്കാത്തതാണ്. ആ കേൾക്കാത്തത് എന്ന് പറയാം. അനോമലി എന്ന് പറഞ്ഞാൽ, സോറി, not clear sir. ആണോ? Not clear. ഓക്കെ.
ഓക്കെ ആണോ? നോക്കോ. ഇപ്പൊ audible ആണ്. ഓക്കെ. അപ്പോൾ 4 വെർബ് ഞാൻ പറഞ്ഞ സമയത്ത്, സോറി 5 വെർബ് ഞാൻ പറഞ്ഞ സമയത്ത് ഒറ്റ വെർബ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നത്, കാരണം നമ്മൾ സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആയതുകൊണ്ട്. അപ്പം എന്തായാലും ആക്റ്റീവ് വെർബും ആക്റ്റീവ് വൊക്കാബുലറിയും പാസീവ് വൊക്കാബുലറിയും എന്താണെന്ന് മനസ്സിലാക്കുന്നത് എക്സാമ്പിൾ അത്ര അവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഓക്കെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചാൽ, ബാക്കി നിങ്ങൾക്ക് അറിയാത്ത വെർബുകളുടെ വൊക്കാബുലറിയുടെ മീനിങ് ഡിക്ഷണറിയിൽ നിന്ന് തപ്പിയെടുക്കുക. ഓക്കെ. ഈ ടോപ്പിക്കിൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, കണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫങ്ഷൻ വേർഡ്. ഇതൊക്കെ അന്ന് പറഞ്ഞാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. കണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫങ്ഷൻ വേർഡ് ഈ യൂണിറ്റ് ശരിക്കും ഒന്ന് പഠിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കുന്നതുമാണ്. കണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫങ്ഷൻസ് വേർഡ്. Then give 2 sentences there. Read the following sentences. I saw a beautiful bird sitting on a branch of a gulmohar tree. Gulmohar tree. രണ്ടാമത്തെ സെന്റൻസ് വരുന്നത്, പാരി മൈ 5-year-old granddaughter wants to be. ഒരു 2 സെക്കൻഡ്, ഒരു അർജന്റ് കോൾ വരുന്നുണ്ട്. All the time. She cries loud whenever her parents ask her to put on a frock. However beautiful. അപ്പം അവിടെ 2 സെന്റൻസ്, യു ക്യാൻ ഫൈൻഡ് 2 സെന്റൻസ്. പാരി മൈ 5-year-old granddaughter wants to wear blue jeans all the time. You can find out 2 sentences. And some words are underlined. അല്ലേ? എന്നിട്ട് ഇത് വായിച്ചു നോക്കുക. Then read it. Look at the underlined words carefully. Once again, even is isolated discrete words, they carry some meaning. These words, if observed carefully, are nouns, adjectives, verbs and adverbs. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. അതിന് ശരിക്ക് കറക്റ്റ് മീനിങ് ഉണ്ട്. അത് വെർബാണ്, അഡ്ജക്റ്റീവ് ആണ്, ആഡ്വർബ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. ആഡ്വർബ് അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, അണ്ടർലൈൻ ചെയ്ത കുറച്ച് വേർഡ്സ് ഉണ്ട്, അതിന് പ്രത്യേകമായിട്ട് ഓരോന്ന് എടുത്താലും മീനിങ് ഉണ്ട്. അതല്ലാത്ത അണ്ടർലൈൻ ചെയ്യാത്ത കുറച്ച് സാധനങ്ങൾ കണ്ടോ. അവിടെ സബ്ജക്റ്റ് ഉണ്ട്, അത് പോട്ടെ. ഓണ്, എ, ടു, വെനെവർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതിന് രണ്ടിനും നമ്മൾ വേറെ വേറെ പേര് പറയും. അതാണ് കണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫങ്ഷൻസ് വേർഡ്സ്. ഫങ്ഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ അതിലെ മെയിൻ ഫങ്ഷൻ നിർവഹിക്കുന്ന വേർഡ് തന്നെ. ഒരു മീനിങ് ഒന്നും ഇല്ലാത്തതിനെ കണ്ടന്റ് വേർഡ് എന്ന് പറഞ്ഞാൽ അതിലെ മെയിൻ വേർഡാണ്. ഫങ്ഷൻ വേർഡ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മീനിങ് ഒന്നും ഇല്ലാത്ത നമ്മൾ പറയുന്ന ആ അണ്ടർലൈൻ ചെയ്യാത്ത പോർഷനെയാണ് നമ്മൾ ഫങ്ഷൻ വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും ഒന്ന് തരംതിരിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സെന്റൻസ് എടുക്കുന്ന സമയത്ത്, അതിനെ നിരീക്ഷിക്കുന്ന സമയത്ത് അതിൽ കണ്ടന്റ് വേർഡ്സ് ഉണ്ടാകും, ഫങ്ഷൻ വേർഡും ഉണ്ടാകും. ഓക്കെ. അപ്പോൾ കണ്ടന്റ് വേർഡ് എന്താണ്, അങ്ങോട്ട് മാറിപ്പോണ്ട. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിൽ കണ്ടന്റ് തന്നെയാണ്. ഓക്കെ. അണ്ടർലൈൻ ചെയ്ത ആ പോർഷനാണ്. അണ്ടർലൈൻ ചെയ്ത് നല്ല പറയേണ്ടത്, അതിലെ യഥാർത്ഥ കണ്ടന്റ് ആണ് കണ്ടന്റ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെന്റൻസിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെയും കൂടെ നോക്കണം എന്ന് മനസ്സിലാക്കുക.
ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ ഒരു കാര്യം തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് വുഡ് യു കൺസിഡർ ഓഫ് എ റീസെന്റ് ഒറിജിൻ. കുറച്ച് വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇംഗ്ലീഷിൽ പുതിയ വേർഡ്സ് ജനറേറ്റ് ചെയ്യും. അത് 5 or 10 പുതിയ വേർഡ്സ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു പുതിയ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അറിയോ അങ്ങനെ? ഇംഗ്ലീഷിൽ പുതിയ വേർഡ്സ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? I don't know, no idea. ഇല്ല. എല്ലാ വർഷവും വരുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. പുതിയ വേർഡ്സ് ഈ വർഷം എന്തെങ്കിലും 2024 ഏതെങ്കിലും പുതിയ വേർഡ് ഇംഗ്ലീഷിലേക്ക് വന്നോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇനി നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറേ വേർഡ്സ് എനിക്കുണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല. അപ്പം കുറച്ച് മുന്നേ എ ആർ റഹ്മാൻ്റെ ഒരു ഫിലിം, എ ആർ റഹ്മാൻ സംഗീതം കൊടുത്ത ഒരു ഫിലിം, ഒരു ബോളിവുഡ് ഫിലിമിലേക്ക് സംഗീതം കൊടുത്തിരുന്നു എ ആർ റഹ്മാൻ. ആ ഫിലിമിന്റെ പേര് സ്ലം ഡോഗ് മില്യനെയർ എന്നാണ്. സ്ലം ഡോഗ് മില്യനെയർ വളരെ ചർച്ച ഉണ്ടായ ഒരു ഫിലിമാണത്. അതിന് ഓസ്കർ അവാർഡ് കിട്ടി. അതില് സ്ലം ഡോഗ് എന്നുള്ള ഒരു വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആ ഫിലിമിന്റെ സമയത്താണ്. ആ വേർഡ് ഇംഗ്ലീഷിലും ആദ്യമായിട്ടാണ് വരുന്നത്. ഡോഗ് ഉണ്ട്, സ്ലം ഉണ്ട്. ഒറ്റ വാക്കായിട്ട് സ്ലം ഡോഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതും ആ വാക്ക് പിന്നീട് ഇംഗ്ലീഷിലേക്ക് എടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സ്ലം ഡോഗിന്റെ അർത്ഥം തെരുവുപട്ടി എന്നാണ്. അതുവരെ അതിന് യൂസ് ചെയ്തിരുന്നത് വേറെ നെയിം ആയിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഓരോ വർഷവും പുതിയ പുതിയ വേർഡ്സ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ കുറച്ച് വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഫിഷിംഗ്, PHISHING. ആർക്കെങ്കിലും അറിയാം ഫിഷിംഗ് എന്താണെന്ന്? ഒന്ന് മൊത്തത്തിൽ ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഇതെന്തായാലും ഈ റീസെന്റ് ആയിട്ട് വളരെ പഴയതൊന്നുമല്ല, കുറച്ച് കാലങ്ങളിലായിട്ട് ഇംഗ്ലീഷിലേക്ക് പുതിയതായിട്ട് വന്ന കുറച്ച് വേർഡ്സ് ആണ്. ഫിഷിംഗ്, ഹാൻഡ് ബ്ലെൻഡർ, മിൽക്ക് ഷേക്ക്, ക്യൂട്ട്, ക്ലോണ്, ഐപോഡ്, ഫ്ലാഷ് മോബ്, ബ്ലൂടൂത്ത്, സ്മാർട്ട് കാർഡ്, സ്മൈലി. ദീസ് ആർ ദ ന്യൂ വേർഡ്സ്. പക്ഷെ അത് റീസെന്റ് ആയിട്ട് വന്നത് വേറെ കുറെ ഉണ്ട്. ഫിഷിംഗ് എന്താണെന്ന് ആർക്കാണ് അറിയാം? ഫിഷിംഗ് ആർക്കെങ്കിലും അറിയോ? ഹാക്കിംഗ് റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. Yes, correctly. Phishing is related to the internet and hacking, is it? Then hand blender. Anybody know? Hand blender. I think all females are knowing that hand blender. This is the new word. Anybody know? Hand blender. Hand blender is using for making food, to mix the flours, is it? Then milkshake. Milkshake is a new word. It's a drink. Then cute also used. Then clone. What is the clone? Clone. It's a new word. Clone. ക്ലോണിങ്ങിനെ കുറിച്ചൊക്കെ Yes. Then iPod, we know very well. Then do you know flash mob? What is flash mob? It's the recent origin. Flash mob. Flash mob എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് എല്ലാരും കൂടെ ഒരു ഡാൻസ് പോലെ. യെസ്. അങ്ങനെ ഈ ഒരു വേർഡ് ഒന്നും നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് റീസെന്റ് ഒറിജിൻ ആണ്. അതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. ബ്ലൂടൂത്ത് പുതിയ വേർഡാണ്. ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് എടുത്ത വേർഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോട്ട് ഓഫ് വേർഡ്സ് ഇൻ അതർ ലാംഗ്വേജസ് ആർ കളക്ടിങ് ടു ഇംഗ്ലീഷ്, ഇസ് ഇറ്റ്? മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും അറബിക്കിൽ നിന്നും ധാരാളം വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് പോയിട്ടുണ്ട്. ദെൻ ഹിന്ദി, ദെൻ എവ്രി വേർഡ്. അപ്പോൾ എല്ലാ ലാംഗ്വേജിൽ നിന്നും എന്തെടുത്തിട്ടുണ്ട്, അങ്ങനെ മലയാളത്തിൽ നിന്നും കുറേ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേർഡ്സിനെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ മൊത്തം വൊക്കാബുലറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പുതിയ കുറച്ച് റീസെന്റ് ആയിട്ട് വേർഡ്സ് വരുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം.
Then come to the next point, something difficulties in learning English vocabulary. We already said that everyone must understand the vocabulary, everyone must collect the vocabulary in our brain to speak very well. But it is very difficult to learn the vocabulary because there is a risk. One of the risk is one word many meaning. ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ വേർഡ്സ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞാലും അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വേർഡുകൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് തരംതിരിവുകളുണ്ട്. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കി വെക്കണം. വെക്കാബുലറി പഠിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കുന്നവർ മനസ്സിലാക്കണം. എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നോട്ട് ചെയ്യുക, വൺ വേർഡ് മെനി മീനിങ്. അതായത് ഹോമോണിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷിന്റെ ഒരു സംഗതി ഉണ്ടോ, ഹോമോണിംസ്. ഈ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചതാണ് ഹോമോണിംസ് എന്താണെന്ന്. അപ്പോൾ ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ വേർഡ് മെനി മീനിങ്. നമുക്കറിയാലോ, ഒരു വേർഡിന് തന്നെ കുറെ മീനിങ് ഉള്ള സംഗതികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വെർബുകളും വേർഡുകളും നിങ്ങൾക്കറിയാം. ഇവിടെ നമുക്ക് തന്നുള്ള ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ക്ലബ്ബ്. ക്ലബ്ബ് ഹാസ് എ ഡിഫറെന്റ് മീനിങ്. ക്ലബ്ബ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആദ്യം വരിക? കുറച്ച് ആളുകളുടെ കൂട്ടം, ഒരു സംഘടന, ഇതൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ വരിക. പക്ഷേ ക്ലബിന് ഒരുപാട് മീനിങ് ഉണ്ട്. ആസ് എ ചൈൽഡ് യു മൈറ്റ് ഹാവ് ഗോൺ ദ ലോക്കൽ ക്ലബ് ഇൻ യുവർ കോളനി. അത് നമ്മൾ സാധാരണ കേട്ട ക്ലബ്ബ്. യു മൈറ്റ് ഹാവ് സെന്റ് ദ പിക്ചർ ഓഫ് ഭീം വിത്ത് എ ക്ലബ് ഇൻ ഹിസ് ഹാൻഡ് ഇൻ മഹാഭാരത് സീരിയൽ ഓൺ ടെലിവിഷൻ. നിങ്ങൾ മഹാഭാരത സീരിയലിന്റെ അതില് ഭീമന്റെ കയ്യിൽ ഒരു ഗത, അങ്ങനെ ഏകദേശം അതിന്റെ രൂപം ഇങ്ങനെ വരും. ഈ രൂപത്തിൽ വരുന്ന ഒരു ദണ്ട്, ഒരു ഗതയാണ് ഉണ്ടാവുക. ഹനുമാന്റെ കയ്യിലൊക്കെ കാണുന്ന ഗത പോലെ ഉള്ള ഒരു ഗത. ഇതിന് പറയുന്ന പേര് ക്ലബ് എന്നാണ്. ഒരു ഡൗട്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതിൽ ഒരു സാധനത്തിന് വ്യത്യസ്ത മീനിങ് വരിക. അങ്ങനെ വരുമ്പം ഇംഗ്ലീഷിനെ അത് ബാധിക്കും. അപ്പൊ നമ്മൾ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിന്റെ അർത്ഥം പറയാം. ഇനി സാധനം മഹാഭാരത് സീരിയൽ ഓൺ ടെലിവിഷൻ. ഇഫ് യു പ്ലേ കാർഡ്സ് യു ഹാവ് എ ഡീൽ വിത്ത് ക്ലബ് ഇൻ ദി പാക്ക്. നമ്മൾ ചീട്ട് കളിക്കുന്ന സമയത്ത്, കാർഡ് കളിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഒരു സാധനം കാണാം. ഇതിന്റെ പേരും എന്തെന്നാണ്? ക്ലബ് എന്നാണ്. അപ്പൊ ക്ലബ് ഈസ് യൂസ്ഡ്, വൺ ഓഫ് ദ വൺ ഈസ് ദ അസോസിയേഷൻ ഓഫ് പീപ്പിൾ, ഇറ്റ്സ് എ ക്ലബ്. ദെൻ ദിസ് ടൈപ്പ് ഓഫ് ലൈക്ക് ഗദ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും ഒരു ക്ലബാണ്. അപ്പം ഇങ്ങനെയുള്ള വാക്കുകളെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള വാക്കുകളെ എങ്ങനെ പറയും, എന്താണ് ഇതിന്റെ പേര്? അതിന്റെ പേര് ഹോമോണിംസ് എന്നാണ്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക കുറച്ച് ഹോമോണിംസ്, ഒരു 5 ഹോമോണിംസ് എഴുതാനാണ് പറയാം. അപ്പോ ഇനി വേറെ കുറച്ച് ഹോമോണിംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ എഴുതാം. ബാറ്റ്. എന്താണ് ബാറ്റ് എന്ന് പറഞ്ഞാൽ? What is the meaning of bat? Cricket bat and vowel also bat. രണ്ട് മീനിങ് അതിന് വരുന്നുണ്ട്, വവ്വാലിനെയും പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ വരുന്ന വേറൊരു സാധനമാണ് ബാറ്റ്. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഹോമോണിംസ് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എഴുതി വെക്കാം. ബാങ്ക് ഒരു ഹോമോണിംസ് ആണ്, ബാങ്ക്. വാട്ട് ഈസ് ദ മീനിങ്? ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതോടൊപ്പം തന്നെ തീരം, ബാങ്ക് ഓഫ് റിവർ എന്ന് പറയാറുണ്ട്. സോ ദാറ്റ് ഇസ് വൈ ദിസ് വേർഡ് ഈസ് ആൾസോ യൂസ്ഡ്, ബാങ്ക് ഓഫ് റിവർ. ദി സൈഡ് ഓഫ് റിവർ ഈസ് കോൾഡ് ബാങ്ക് ഓഫ് റിവർ. ദെൻ എഴുതി വെച്ചോളാം. സോ ചിലപ്പോൾ 5 എണ്ണം 6 എണ്ണൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. സോ ഈസ് ദ പാസ്റ്റ് ഫോം ഓഫ് സീ, മീൻസ് കൺട്രോൾ. ആൻഡ് ദെൻ വാള്, നമ്മൾ അരിയാൻ യൂസ് ചെയ്യുന്ന, മരം അരിയാനൊക്കെ യൂസ് ചെയ്യുന്ന വാളിന് നമ്മൾ സോ എന്നാണ് പറയാം. സോമിൽ എന്നൊക്കെ പറയും. അപ്പോൾ സോ എന്ന് പറയുന്നത് V2 ഫോം ആണ്, സീന്റെ V2 ഫോം ആണ്. അതിനോടൊപ്പം തന്നെ അത് എന്താണ്? ദെൻ സ്പ്രിങ്. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ കോയിൽ. ഒരു കോയിലിനെ നമുക്ക് സ്പ്രിങ് എന്ന് പറയാം, അല്ലെ? ഒരു മെറ്റൽ കോയിലിനെ സ്പ്രിങ് എന്ന് പറയാം. പിന്നെ ആൾസോ നമ്മുടെ വെതറിനെ അല്ലെങ്കിൽ കാലത്തെ, സീസണെ സൂചിപ്പിക്കാനും സ്പ്രിങ് എന്ന് യൂസ് ചെയ്യാം. അപ്പം ഇത്രയും വെർബ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചോളൂ.
അപ്പം എക്സാമിന് ചോദിക്കുക ഹോമോണിംസിന് ഒരു 5 എക്സാമ്പിൾ എഴുതുക. ഹോമോണിംസും അതോടൊപ്പം ബാക്കി കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലബ്ബ് നമുക്കിവിടെ ഒരു വെർബ് മാത്രമാണ്, ഒരു വൊക്കാബുലറി മാത്രമാണ് പരിചയപ്പെടുത്തിയത്. ക്ലബ്ബിന് അത്രയും മീനിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ബാക്കി കുറച്ചുള്ള പഠിക്കുകയും ചെയ്തു. പിന്നെ ക്ലബിന്റെ കുറച്ച് യൂസേജ് ക്ലബ്ബ് പോലെ തന്നെയാണ്. ഇൻ ദി ഫോർത്ത് സെൻസ് ക്ലബ്ബ് മീൻസ് കമ്പൈൻ എന്ന് പറയുന്ന ആളുകൾ കൂടി ചേരുന്നതിനെ ക്ലബിംഗ് എന്ന് പറയാറുണ്ട്. വേറെ കുറച്ച് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. ഷി വെന്റ് ടു ഹർ റൂം ആൻഡ് ലേ ഡൗൺ ഓൺ ദ ബെഡ്. അവള് റൂമിലേക്ക് കടന്നിട്ട് അവൾ ബെഡിൽ കിടന്നു എന്ന് പറയുമ്പം ബെഡിനൊരു മീനിങ് ആണ്. അത് നമ്മൾ കിടന്നു. നമ്മൾ സാധാരണ ഡയറി എഴുതുന്ന സമയത്ത് അറ്റ് ലാസ്റ്റ് യു ഹാവ് ടു സേ ഐ വെന്റ് ടു ബെഡ്. ദാറ്റ് മീൻസ് ഞാൻ ബെഡിന്റെ ഉള്ളിലേക്ക് പോയെന്നാണോ? അല്ല, ഞാൻ കിടന്നു എന്നാണ് അർത്ഥം. ഇസ് ഇറ്റ് ഐ വെന്റ് ടു ബെഡ്. ദെൻ മൈ ഹസ്ബൻഡ് ഈസ് ബിസി പ്രിപ്പയറിംഗ് എ ബെഡ് ഫോർ ദ പാൻസീസ്. ആർക്കോ വേണ്ടിയിട്ടാണ്. മൈ ഹസ്ബൻഡ് ഈസ് ബിസി, അവർക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാണ് എന്നാണ്. അല്ലാതെ ബെഡ് റെഡിയാക്കാണ് എന്നല്ല ശരിക്കും അതിന്റെ മീനിങ്. ബെഡ് എന്ന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നു. ദെൻ ഹീറ്റ് ദ കറി thoroughly and serve it on bed of rice. കറി ചൂടാക്കിയിട്ട് എന്ത് ഭക്ഷണത്തിന്റെ മുകളിൽ ഒഴിക്കാൻ പറയാണ്, അല്ലാണ്ട് അവിടെ ബെഡാക്കാനല്ല പറയുന്നത്. അപ്പം ബെഡ് എന്നുള്ള വാക്ക് തന്നെ പല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പം ഒരു വാക്ക് തന്നെ പല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് പറയുന്ന പേര് ഹോമോണിംസ് ആണ് എന്ന് ഓർത്തു വെക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു വൊക്കാബുലറിയുടെ കേസാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഹോമോണിംസ്. ഇനി പറയാൻ പോകുന്നത് ഹോമോഫോൺസ്. ഹോമോഫോൺസ് എന്താണെന്ന് ശരിക്കും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട് ആണ്. അപ്പോൾ ഒരേ സൗണ്ട്, ഒരേ ശബ്ദമായിരിക്കും, പക്ഷേ 2 വേർഡ് ആയിരിക്കും. ഉച്ചാരണം ഒരേപോലെ ആയിരിക്കും, വേറെ വേറെ വാക്കായിരിക്കും അത്. അതാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. ജസ്റ്റ് നിങ്ങൾ മലയാളത്തിൽ ബുക്കുള്ളവർ മലയാളത്തിൽ ഇത് എഴുതി വെക്കണം. ഗ്രേറ്റ്, എ ഈസ് ഗ്രേറ്റ്, ബി ഗ്രേറ്റ്, രണ്ടും ഗ്രേറ്റ് ആണ്. ബോത്ത് ആർ ഗ്രേറ്റ്. ദ പ്രൊനൗൺസിയേഷൻ ഈസ് സെയിം, ദ സൗണ്ട് ഈസ് സെയിം, ബട്ട് ദ സ്പെല്ലിംഗ് ഈസ് ഡിഫറെന്റ് ആൻഡ് ദ മീനിങ് ഈസ് ഓൾസോ ഡിഫറെന്റ്. അപ്പം നമുക്ക് ഇതിന്റെ ഗ്രേറ്റ് എന്നതിന്റെ മീനിങ്, ഫസ്റ്റത്തെ ഗ്രേറ്റിന്റെ മീനിങ് മഹത്തായ എന്നാണ്. ഗ്രേറ്റ് മഹത്തായ എന്നുള്ള അർത്ഥം വരും, മഹത്തായ. രണ്ടാമത്തെ ഗ്രേറ്റ് എന്താണെന്ന് വെച്ചാൽ ഉരക്കുക. നമ്മൾ സ്ക്രാച്ച് ചെയ്യൂലേ, ക്രാക്ക് ചെയ്യുക, സ്ക്രാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തായാലും പറയാന്നറിയില്ല. അപ്പൊ അങ്ങനെയുള്ള അർത്ഥമാണ് രണ്ടാമത്തിന് വരുന്നത്. അപ്പം ഇത് നിങ്ങളോട് ഒരു 5 എണ്ണമൊക്കെ എഴുതാൻ പറയും. ദെൻ അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ദെൻ ഫ്ലോർ. നമ്മൾ ഫ്ലവർ എന്നൊക്കെ പറയും, അതൊന്നും ഉച്ചാരണം ശരിയല്ല. ശരിക്കും ഫ്ലോർ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ രണ്ടിന്റെയും ഉച്ചാരണം ഒരേപോലെയാണ്. ഒന്ന്, ആദ്യത്തെ ഫ്ലോർ എന്താണ്? പൊടിയാണ്. രണ്ടാമത്തെ ഫ്ലോർ പൂവാണ്, അല്ലെ? ഇത് കൂടാതെ മൂന്നാമതൊരു ഫ്ലോർ കൂടി ഉണ്ട്. എന്താണ്? മൂന്നാമതൊരു ഫ്ലോർ ഉണ്ട്, അല്ലെ? ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഫ്ലോർ. ദെൻ പക്ഷെ ഇതിന്റെ ഉച്ചാരണം ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഫ്ലോർ എന്ന് പറയുമ്പം ഒരു വേരിയേഷൻ വരും, ഫ്ലോർ. പിന്നെ ബ്രേക്ക്. ആദ്യത്തെ ബ്രേക്ക് BREAK പൊട്ടുക എന്നാണ്. രണ്ടാമത്തെ ബ്രേക്ക് എന്താണ്? നമ്മൾ വണ്ടിയിലൊക്കെ ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് വണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കൺട്രോളിങ്ങിന് നമുക്ക് കൺട്രോൾ എന്ന് വേണമെങ്കിൽ അതിനെ ബ്രേക്ക് എന്ന് പറയാം. There, both are same in the sound, but the meaning is different. Then ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ് സ്റ്റേഷനറി. Both are same pronunciation,
only small difference in spelling. After the N, ARY, the next ERY. ഇതിന്റെ രണ്ടിന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആദ്യത്തെ സ്റ്റേഷനറി എന്ന് പറയുന്നത് നിശ്ചലമായിട്ട് നിൽക്കുക എന്നാണ്. നിശ്ചലം എന്നാണ് അർത്ഥം. ആദ്യത്തെ എഴുതി വെച്ചോളൂ, നിശ്ചലം. രണ്ടാമത്തെ സ്റ്റേഷനറി എന്താണ്? രണ്ടാമത്തെ സ്റ്റേഷനറി പലവ്യഞ്ജനം എന്നല്ല, നമുക്ക് ഓഫീസ് സംബന്ധമായ സാധനങ്ങൾക്ക് പലവ്യഞ്ജനത്തിന് നമ്മൾ വേറെ പേരാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേഷനറി എന്താണ്? നമ്മൾ ഈ പലവ്യഞ്ജന നമ്മൾ സ്റ്റേഷനറിയും കൂടെ ആഡ് ചെയ്തിട്ട് പറയും, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. സ്റ്റേഷനറി നമ്മൾ ഓഫീസ് സംബന്ധമായ ബുക്ക്, എഴുത്ത്, പേന, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്കാണ് എന്ത് പറയാം? സ്റ്റേഷനറി എന്ന് പറയാം. അങ്ങനെ ഷോപ്പുകൾക്ക് വേറെ വേറെ പേരുണ്ട് കേട്ടോ. ക്രോക്കറി ഉണ്ട്, ദെൻ പലവ്യഞ്ജനത്തിന് ഞാൻ മറന്നു. ദെൻ ബോ, രണ്ടും ബോ ആണ്. സ്പെല്ലിങ് വ്യത്യാസമാണ്, ഉച്ചാരണം ഒരേപോലെയാണ്. ആദ്യത്തെ ബോ വില്ലാണ്, രണ്ടാമത്തെ ബോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രണ്ടാമത്തെ ബോ ആർക്കെങ്കിലും അറിയോ? രണ്ടാമത്തെ ബോ വരുന്നത് മരക്കൊമ്പാണ് കേട്ടോ. മരക്കൊമ്പിനാണ് ഈ രണ്ടാമത്തെ ബോ യൂസ് ചെയ്യുക, മരക്കൊമ്പ്. ആദ്യത്തത് സാധാ നമ്മുടെ അമ്പും വില്ലിന്റെ ബോ തന്നെയാണ്. ബോ നമ്മൾ റെയിൻബോ എന്ന് പറയല്ലോ, അതൊരു വില്ല് പോലെ വളഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് റെയിൻബോ എന്ന് നമ്മൾ പറയുന്നത്. സോ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വാക്കുകൾ, അതായത് ഒരേ സൗണ്ട് ആയിരിക്കും. ഹോമോഫോൺ എന്ന് പറഞ്ഞാൽ ഒരേ സൗണ്ട് എന്നാണ് അർത്ഥം. ഇത്തരം വേർഡിനെ, വൊക്കാബുലറിനെ നമ്മൾ ഹോമോഫോൺസ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഇതിന് എക്സാമിൽ ചോദിക്കുന്നതാണ്, എന്താണ് ഹോമോഫോൺ, അതിന്റെ 5 എക്സാമ്പിൾ എഴുതുക എന്നായിരിക്കും പറയുക. അതേപോലെ തന്നെ വ്യത്യാസം വരുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദ ഡയറക്ടേഴ്സ് സെക്രട്ടറി ടുക്ക് ഡൗൺ ദ മിനിറ്റ്സ്. സെക്രട്ടറി മിനിറ്റ്സ് ബുക്ക് എഴുതിയെടുത്തു എന്നാണ്. എന്താണ് മിനിറ്റ്സ്? മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിറ്റുകൾക്ക് നമ്മൾ പറയും, നിമിഷങ്ങൾക്ക് നമ്മൾ പറയും. അതല്ലാതെ മിനിറ്റ്സിന് വേറൊരു മീനിങ് കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് അവിടുത്തെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ ചേർക്കാം. മിനിറ്റ്സ് നിങ്ങൾക്കുള്ള വർക്കാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്യാരക്ടർ ഇഡിയംസ് വെറുതെ ചുമ്മാ പരിചയപ്പെടുത്തിയിരുന്നു. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇഡിയംസ്, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. അത് മീനിങ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ നമുക്കിവിടെ നേരെ എക്സാമ്പിളിലേക്ക് പോവാം. അത് താഴെ തന്നിട്ടുള്ള വാക്കിന്റെ മീനിങ് കണ്ടെത്താനാണ്. I refuse to play second fiddle. I refuse to play second fiddle. അപ്പോൾ സെക്കൻഡ് ഫിഡിൽ എന്ന് പറയുന്നത് ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്, ഇഡിയമാറ്റിക് വൊക്കാബുലറി ആണ്. എന്താണ് സെക്കൻഡ് ഫിഡിൽ, പ്ലേ സെക്കൻഡ് ഫിഡിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് അതിന്റെ ഒരു മീനിങ് എന്ന നിലയ്ക്ക് ഇത് മാത്രം, ഇത് നിങ്ങളൊന്ന് രണ്ടാമത്തെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പ്ലേ സെക്കൻഡ് ഫിഡിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബോർഡിനേറ്റ് റോൾ ആണ്. സബോർഡിനേറ്റ് റോൾ. രണ്ടാമതായിട്ട് എന്നെ ഒരു രണ്ടാം തരം ആക്കുക എന്നൊക്കെയാണ്. അത് ഞാൻ നിരസിച്ചു. എന്നെ രണ്ടാം സ്ഥാനത്തേക്ക് ആക്കുക, അല്ലെങ്കിൽ അവർ ജോലിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ആക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഫിഡിൽ എന്ന്. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കണം. അതിനാണ് ഞാൻ പറയാം, നമുക്ക് വീണ്ടും കുറച്ച് ഇഡിയോമാറ്റിക് ഒക്കെ കുറച്ചും കൂടെ കണ്ടെത്താം. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇഡിയോമാറ്റിക് ഒക്കെ നമുക്ക് കണ്ടെത്താം. പിന്നെ നെക്സ്റ്റ് നോക്കൂ. ഐ ആം സോറി, ഐ കനോട്ട് ലിസൺ ടു യു നൗ. ഐ ആം പ്രസ്ഡ് ഫോർ ടൈം. ഐ ആം പ്രസ്ഡ് ഫോർ ടൈം. ഇതിനൊക്കെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും മീനിങ് ആയിരിക്കും കിട്ടുക. പക്ഷെ ഇവിടുത്തെ മീനിങ് വരുന്നത്, പ്രസ്ഡ് ഫോർ ടൈം എന്നതിന്റെ മീനിങ് വരുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം: ഹറി വിത്ത്
ബിഗ് ടാസ്ക്. ഹറി വിത്ത് ബിഗ് ടാസ്ക്. നമുക്ക് സംസാരിക്കുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. എപ്പോഴും ഹറി ആവുക, ഒരു വലിയ കാര്യങ്ങളുമായിട്ട് ഹറി ആവുക, അതിന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ വേർഡ്സ് ഹറി. ഐ എം പ്രസ്ഡ് വിത്ത് പ്രസ്ഡ് ഫോർ എ ടൈം. അപ്പോൾ വലിയൊരു കാര്യം ചെയ്യാനുണ്ട്, അപ്പോൾ അതുമായിട്ട് തിരക്കാണ്, അതിനെ നമുക്ക് ഐ എം പ്രസ്ഡ് ഫോർ ടൈം എന്ന് പറയാം. അതിന്റെ മീനിങ് എഴുതുന്നത് ഹറി വിത്ത് ബിഗ് ടാസ്ക്. ഓക്കെ, ഇത് നോക്കൂ, അടുത്ത് നോക്കൂ. ഐ ഹാഡ് ബെറ്റർ റൈറ്റ് ഇൻഫർമേഷൻ ഇൻ നോട്ട്ബുക്ക്. ഐ ഹാവ് എ ഹെഡ് ലൈക്ക് എ സിയോ. ഐ ഹാവ് ഹെഡ് ലൈക്ക് എ സിയോ. എനിക്കിതൊക്കെ എഴുതി വെക്കുന്നതാണ് നല്ലത്. കാരണം അതിന്റെ കാരണമാണ് അവിടെ പറയേണ്ടത്. ഐ ഹാവ് എ ഹെഡ് ലൈക്ക് എ സിയോ. എനിക്ക് മെമ്മറി കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. പുവർ മെമ്മറിക്കാണ് നമ്മൾ ഐ ഹാവ് ഹെഡ് ലൈക്ക് എ സിയോ എന്ന് പറയുന്നത്. പുവർ മെമ്മറി എന്നവിടെ എഴുതി വെക്കുക. പുവർ മെമ്മറി. അപ്പൊ ഇതൊക്കെ ഒരു ഇഡിയമാറ്റിക് ആണ്. നമുക്ക് കുറച്ച് ഇഡിയമാറ്റിക് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഹിന്ദിയിലുള്ളതാണ്. തിങ്ക് പോർഷൻ മദർ ടങ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഷയിൽ നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ ഉംഗ്ലിപ്പേ നാച്ച, സാറ ഗോപേ ഇത്താന, അങ്ങനെ രണ്ട് ഇഡിയമാറ്റിക് തന്നിട്ടുണ്ട്. ഇതിന്റെ മീൻ ഉംഗ്ലിപ്പേ നാച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കിംഗ് സം വൺ തന്നെ, നമ്മൾ ഉള്ളംകൈയിൽ എന്നൊക്കെ പറയില്ലേ, ഒരാളുടെ കൺട്രോൾ വേറൊരാളെടുത്താവോ, അതിനാണ് നമ്മൾ അങ്ങനെ പറയാം. ഒരാളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ നോക്കി വന്ന കാര്യങ്ങളുണ്ട്. വെർബ് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പറഞ്ഞത് ഹോമോനിംസ് ആണ്. അതായത് ഒരു വാക്കിന് തന്നെ ഒന്നിൽ കൂടുതൽ മീനിങ് വരാം. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്തായിരുന്നു? ഹോമോഫോൺസ് ആയിരുന്നു. പല രീതിയിൽ ഒരേ സൗണ്ട് തന്നെ പല രീതിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് ഹിപ്പോണിംസ് ആണ്. ഹിപ്പോണിംസ് അതിന്റെ ഇടയിൽ നമ്മൾ അത് ഹോമോഗ്രാഫ് ആണ്. പിന്നെ എന്ന് വെച്ചാൽ വേർഡ് കാറ്റഗറിയാണ്. അതായത് ഒരു പേര് പറയും, അങ്ങനെ പറയുന്ന വാക്കുകളെ നമ്മൾ പറയും. അതിന്റെ എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് പറയുന്ന പേരാണ്. ആ വസ്ത്രങ്ങൾ തന്നെ എന്താണ്? ഷർട്ട്, ട്രൗസർ, ഫ്രോക്ക്, കൂർത്ത എന്ന്. അപ്പം ഹിപ്പോണിംസ് എന്ന് പറയുന്നത് ശരിക്കും അതിന് വരുന്നതാണ് കേട്ടോ. സൂപ്പർ ഓർഡിനേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒന്നിച്ചുള്ളതിന്റെ പേര് സൂപ്പർ ഓർഡിനേറ്റ്. അതിന്റെ ഓരോന്നിനെയും പറയുന്ന പേരിനെ നമ്മൾ ഹിപ്പോണിംസ് എന്നും പറയാം. അപ്പോൾ ആ രീതിയിലും വൊക്കാബുലറി നമുക്ക് തരംതിരിച്ചിട്ട് മനസ്സിലാക്കാം. പിന്നെ വരുന്ന ക്വസ്റ്റ്യനാണ് കൊളോക്കേഷൻ. എന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ two terms are used together frequently. Example, can we use the color in the following combination? Bright. ഒരു വേർഡ് പറഞ്ഞിട്ട് അതിന് ചേർത്ത് വായിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്ന് പറയും. വേർഡ് പാർട്ണർഷിപ്പ് എന്നാണ് അതിനെ നമ്മൾ പറയാം. വേർഡ് പാർട്ണർ. ബ്രൈറ്റ് കളർ, ഫേവറേറ്റ് കളർ, ഐ കളർ, അങ്ങനെ രണ്ട് നൗണ് രണ്ട് പിന്നെ ഒന്നിച്ച് പറയുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ അറിയപ്പെടുന്നു.
പിന്നെ ആന്റോണിംസ് ആൻഡ് ഇതും എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കാറുള്ള സാധനമാണ്. ആന്റോണിംസ് ആൻഡ് സിനോണിംസ്. ആന്റോണിംസ് എന്താണ്? ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഇതൊന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വേർഡ് തന്നിട്ട് ഒരു 5 വേർഡ് തന്നിട്ടുണ്ടാവും. അതിന്റെ ആന്റോണിംസ് കണ്ടെത്തിയിട്ട് എഴുതുക. അപ്പൊ ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് എന്ന് മനസ്സിലാക്കി. എക്സാമിന് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. അതിന് മറ്റു വാക്കുകൾ ഉണ്ടാവും. ആംഗ്രി, അനോയ്ഡ്, അപ്സെറ്റ് ഇതൊക്കെ ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന വെർബുകളെ സിനോണിംസ് എന്നും. പിന്നെ വൊക്കാബുലറി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് വേർഡ് ബിൽഡിംഗ്, അഫിക്സിയേഷൻ, കൗണ്ടിങ്. അഫിക്സിയേഷൻ ആൻഡ് കോമ്പൗണ്ടിങ്. ഇപ്പൊ നമ്മൾ ചില വേർഡുകളും വെർബുകളും നോക്കുന്ന സമയത്ത് കാണാം അൺകോമൺ, അൺഏബിൾ. കോമൺ എന്ന് നമുക്ക് പറയാം. അതിന് മുന്നിൽ എന്ത് ചെയ്തു? ചേർത്തു. അങ്ങനെ മുന്നിൽ അൺ ചേർക്കലിനെ ഒരു പേരും. ചില വെർബിൽ എന്തുണ്ടാവും? പിന്നെ ചേർക്കണം. ബാക്കിൽ വന്നു. അതിന് സഫിക്സസ് എന്നും പറയും. അതിന്റെ കൂടെ വൊക്കാബുലറി പഠിക്കുന്ന സമയത്ത് അതും കൂടെ നിങ്ങളൊന്ന് ഓപ്റ്റ് ചെയ്യുക. യൂസ് ചെയ്യുക മൊബൈൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അത് അതോടൊപ്പം സോർച്ച് ഡിക്ഷണറി നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഉണ്ടെങ്കിൽ ഡിക്ഷണറി തന്നിട്ട് കിട്ടും. അതൊക്കെ ഒന്നും വല്ലാണ്ട് എക്സ്പെർട്ട് ആവണമെന്നൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിക്ഷണറികളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സൗണ്ട് ഓക്കെ ആണോ? ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയിപ്പോ കാര്യമായിട്ട് ഇതില് ഈ ഒരു ടോപ്പിക്കിൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത് അവസാനിച്ചു. ഞാൻ നിങ്ങൾക്കുള്ളൊരു ടാസ്ക് തരാം. ഇത് നിങ്ങൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ഇതിനെ കാണണ്ട. നിങ്ങളുടെ ഒരു സ്കില്ല് അനലൈസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയറിങ് തൽക്കാലം ഒഴിവാക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു സ്ക്രീന് കാണിക്കും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അത് സമയം ഞാൻ പറയാം.